കൊച്ചി അമ്പലമുകളിലെ BPCL റിഫൈനറി തീപിടുത്തത്തിൽ BPCL അധികൃതരും പ്രദേശവാസികളും തമ്മിലുള്ള ചർച്ചയ്ക്ക് തുടക്കമായി. ജില്ലാ കളക്ടറുടെ ചേംബറിലാണ് ചർച്ച നടക്കുന്നത്. അപകടത്തിന് പിന്നാലെയുണ്ടായ പുക ശ്വസിച്ച 2 പേർ ചികിത്സയിലാണ്. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഇന്നലെ അവിടെ വലിയ പ്രതിഷേധമൊക്കെ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്ന്, നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ ഒരു ചർച്ച, അതിലൊരു നാട്ടുകാർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലൊക്കെ ഒരു അനുകൂലമായ തീരുമാനം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ അമൽ? ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആദ്യം ഈ വാർത്ത നൽകിയത് 24 തന്നെയായിരുന്നു. തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നതും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും അവിടുത്തെ പ്രദേശവാസികളെല്ലാം ശക്തമായ പുക ശ്വസിച്ചതിനെ തുടർന്ന് വല്ലാത്ത ആരോഗ്യസ്ഥിതിയിലായിരുന്നു. ആരോഗ്യപരമായിട്ട് അവർക്ക് വല്ലാത്ത ക്ലേശങ്ങളുണ്ടായി. ഇതിനെ തുടർന്ന് പലരെയും ആശുപത്രികളിലേക്ക് മാറ്റുന്ന സ്ഥിതിയുണ്ട്. നിലവിൽ 2 പേരാണ് ഇപ്പോൾ ചികിത്സയിലിരിക്കുന്നത്. ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, അതായത് BPCLന്റെ റിഫൈനറിക്കകത്തുള്ള ഹൈ ടെൻഷൻ കേബിളുകളിൽ തീ പടർന്നതിനെ തുടർന്നുണ്ടായ പുക ശ്വസിച്ച് പലർക്കും ദേഹാസ്വസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു. അവരെല്ലാം ചികിത്സയിലാണ്. അതിനെ തുടർന്ന് റോഡ് ഉപരോധിക്കുക, അല്ലെങ്കിൽ BPCLന്റെ ഗേറ്റ് ഉപരോധിക്കുക തുടങ്ങിയ നടപടികളുമായിട്ട് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായാണ് പ്രദേശവാസികൾ മുന്നോട്ട് പോയത്. അപ്പോൾ സബ് കളക്ടർ, ഡെപ്യൂട്ടി കളക്ടർ അടക്കം സ്ഥലത്തെത്തി പ്രദേശവാസികളെ സമാധാനിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി അവർ പറഞ്ഞത് ഇന്ന് ചർച്ചകൾ വിളിക്കാം, പ്രദേശവാസികളുടെ എല്ലാ ആവശ്യങ്ങളും പരിഗണിക്കാം, അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്താം എന്നൊരു വാക്ക് നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് എറണാകുളം ജില്ലാ കളക്ടറുടെ ചേംബറിൽ BPCLന്റെ ഉന്നത അധികാരി, അതായത് 4 ഉന്നത അധികാരി, CGM അടക്കമുള്ള 4 ഉന്നത അധികാരികളാണ് ഇവിടെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശവാസികളുടെ പ്രതിനിധികളായവർ എത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ജനപ്രതിനിധികളായിട്ട് PV ശ്രീനിജൻ എത്തിയിട്ടുണ്ട്, ബെന്നി ബെഹനാൻ MP എത്തിയിട്ടുണ്ട്. ഇവരുടെ എല്ലാം ഒരു കൂട്ടായ ഒരു ചർച്ചയാണ് ഇപ്പോൾ കളക്ടറുടെ ചേംബറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 11 മണിയോട് കൂടിയാണ് ചർച്ചകൾ തുടങ്ങിയത്. ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നവരുടെ അടക്കം ചികിത്സാ ചെലവുകളെ കുറിച്ച് അടക്കം ഈ ചർച്ചയിൽ ഒരു തീരുമാനമുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളുകളായിട്ടുള്ള ഈ ഒരു പ്രദേശത്തെ അമ്പലമുകൾ ഭാഗത്തെ ജനങ്ങളുടെ ഒരു ആവശ്യമാണ് അവിടെ ഉണ്ടാകുന്ന വായു മലിനീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ ശക്തമായൊരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ളത്. അപ്പോൾ ഈ റിഫൈനറിയെ ചുറ്റിപ്പറ്റി താമസിക്കുന്ന ആളുകളുടെ ജീവിത പ്രശ്നം തന്നെയാണ് അവർ ഇന്നലെയും അവിടെ ഉയർത്തിയത്. അതിന്റെ ഒരു ശക്തമായൊരു പ്രശ്നമായിരുന്നു, അല്ലെങ്കിൽ അവർ നേരിട്ട ഒരു വലിയ ആരോഗ്യ പ്രശ്നത്തിലേക്ക് പോലും കടക്കുന്ന രീതിയിലുള്ള ഒരവസ്ഥയായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്. അതിനെക്കുറിച്ചെല്ലാം വ്യക്തമായുള്ള ചർച്ചകൾ ഇന്നുണ്ടാകും. ഈ ഒരു പൊല്യൂഷൻ നിയന്ത്രണത്തിൽ ഒരു കാര്യമുണ്ടാകും, അല്ലെങ്കിൽ സൈറൻ മുഴക്കുന്ന കാര്യത്തിൽ, ആംബുലൻസുകൾ വിട്ടു നിൽക്കുന്ന കാര്യത്തിലെല്ലാം ഈ ഒരു അമൽ സുരേന്ദ്രൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും പ്രദേശവാസികളും ജില്ലാ കളക്ടറും തമ്മിലുള്ള ചർച്ചയ്ക്ക് തുടക്കമായിട്ടുണ്ട്.